ശ്രീ മോഹൻ വർഗീസ്, ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം, ഈ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇനി ഒത്തുതീർപ്പിനില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ ഹമാസിന് ശക്തമായൊരു ഒരു താക്കീത് എന്ന നിലയിൽ നിങ്ങൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ വന്നിരിക്കും, ഒരു താവളവും ലോകത്ത് ഒരിടത്തെയും താവളങ്ങൾ സുരക്ഷിതമല്ല എന്ന ഓർമ്മപ്പെടുത്തലായി ഒരു സിംബോളിക് അറ്റാക്കായി വേണമെങ്കിൽ അതിനെ കാണാം. ഈ അറ്റാക്കിന്റെ തോതിനെ കുറിച്ച് ഇപ്പോഴും ദുരൂഹതകളുണ്ട്. എത്ര ഇടങ്ങളിലാണ് അറ്റാക്ക് ഉണ്ടായത്, എത്രത്തോളം നാശനഷ്ടങ്ങളാണ്, ഇപ്പൊ ദീസ് ആർ ഏർലി ടൈംസ്. അതുകൊണ്ട് അത് കൃത്യമായി പറയാനാവില്ല. അതൊരു കാര്യം. രണ്ട്, ഒരു എൻഡ് ഗെയിം ഒരു പൊളിറ്റിക്സ് ആണ്. ഇതിനകത്ത് ഹമാസിനെ എന്ത് വില കൊടുത്തും അവസാനിപ്പിച്ചിരിക്കും. അങ്ങനെയെങ്കിൽ ഹമാസിന്റെ മിക്ക കേന്ദ്രങ്ങളും പലസ്തീനിൽ, അതായത് ഹമാസിന്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഗാസയിൽ തകർത്തു കഴിഞ്ഞു എന്ന ഒരു നിലപാടുണ്ടായി. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കണമെങ്കിൽ ഗാസയ്ക്ക് വെളിയിൽ ഉന്നത നേതൃത്വം, അവശേഷിക്കുന്ന ഉന്നത നേതൃത്വത്തിലെ പലരും ഗാസ വിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് അവരെ തേടിയുള്ള ഇസ്രായേലിന്റെ വരവ് എന്ന നിലയിൽ വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ രണ്ട് രീതിയിലും ഇതിനെ കാണാം. അതുകൊണ്ട് ഇസ്രായേൽ ഒരു സന്ദേശം കൊടുത്തിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമാണ്, ദിസ് ഇസ് എൻ ഏർലി വാർണിംഗ്. ഒരു ഫുൾ എസ്കലേഷനിലേക്ക് നീങ്ങണമെന്ന ആഗ്രഹം ഒരു പക്ഷേ ഇസ്രായേലിന് ഉണ്ടാവില്ല. കാരണം ഇസ്രായേലിനെതിരെ ഇപ്പോൾ അറബി രാജ്യങ്ങൾ സംഘടിക്കുന്നു എങ്കിൽ പഴയതുപോലല്ല കാര്യങ്ങൾ. സംഘടിതമായ ഒരു ശക്തിക്ക് നേരെ അമേരിക്കയ്ക്കാണെങ്കിലും പ്രതിരോധിച്ച് നിർത്താൻ വല്ലാതെ വിയർപ്പൊഴുക്കേണ്ടി വരും. അത് മാത്രമല്ല, മധ്യപൗരസ്യ പ്രദേശത്തെ അമേരിക്കയുടെ താവളങ്ങൾ തീർച്ചയായും അറബി ലോകത്തിന്റെ ഒരു സൗജന്യം കൂടിയാണ്. ഇപ്പോൾ ഒരു സംഘർഷം ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ അമേരിക്ക ആക്റ്റീവായി ഇസ്രായേലിനോടൊപ്പം ചേരുകയാണ് എങ്കിൽ ഇറാനെതിരെ ഉള്ള യുദ്ധത്തിൽ അവസാന ഘട്ടം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറാന്റെ താവളങ്ങൾ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ താവളങ്ങൾ ബോംബ് ചെയ്തതുപോലെ ആ രീതിയിലൊന്നും അമേരിക്ക രംഗത്ത് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും അറബി ലോകം ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ട് ഇതൊരു സിംബോളിക് ആക്ടിവിറ്റിയായി കണ്ടുകൊണ്ട് ഒരുപക്ഷെ ഹമാസിനുള്ള താക്കീത് എന്ന നിലയിൽ മാത്രമായിരിക്കണം ഇസ്രായേൽ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിഫൻസ് ഫോഴ്സിന്റെ പ്രസ്താവനയിൽ പോലും ഖത്തർ എന്നുള്ള പേര് ഒഴിവാക്കിയിട്ടുണ്ട്. ബോധപൂർവമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലേ? തീർച്ചയായും ബോധപൂർവം തന്നെയാണ്. ഇതൊരു ഖത്തറുമായി ഇസ്രായേലിന് യാതൊരു വിരോധവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഖത്തർ നിഷ്പക്ഷ രാജ്യമാണ്. അറബി മേഖലയിൽ നെഗോസിയേഷന് വേണ്ടി എല്ലാവരും കടന്നു വരുന്ന ഒരു മേഖലയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ. അതുകൊണ്ട് ഖത്തറിനെ ആക്രമിക്കുന്നു എന്ന ഒരു നറേറ്റീവ് വരുന്നത് ഇസ്രായേലിന് അത്ര സ്വീകാര്യമായ കാര്യമല്ല. അതുകൊണ്ടാണ് ഖത്തർ എന്ന പേരെടുത്ത് പറയാതെ ഹമാസിന്റെ താവളങ്ങൾ, മറ്റ് സ്ഥലങ്ങൾ, അതായത് ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസിന്റെ താവളങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നു. അതിൽ ചില താവളങ്ങൾ, പ്രധാന താവളങ്ങൾ ഖത്തറിലാണ്. അത് സ്വാഭാവികമാണ്, ഖത്തറിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നു. പക്ഷേ ഇനിയും ഈ വേവ് ഓഫ് അറ്റാക്കിന് ശേഷം രണ്ടാമതൊരു വേവ് അറ്റാക്ക് ഉണ്ടായാൽ ഒരുപക്ഷെ ഖത്തറിന് പ്രതികരിക്കാതിരിക്കാനാവില്ല. കാരണം ദേശീയ സുരക്ഷ അവിടെ അവതാളത്തിലായിരിക്കുന്നു. അതുകൊണ്ട് ഏത് രാജ്യത്തിന് നേരെയും അങ്ങനെ ഒരു അറ്റാക്ക് 2 പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും പ്രതികരിക്കാനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ അനുസരിച്ച് തന്നെ അത് പ്രതികരിക്കാനുള്ള അവകാശം ഖത്തറിനുണ്ടല്ലോ. ഇസ്രായേലിനെതിരെ പ്രതികരിക്കാനുള്ള, അത് സൈനികമായി തന്നെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അത് ചെയ്യുമോ, ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് സ്ഥിതിഗതികൾ സങ്കീർണമാക്കണം. അത് മാത്രമല്ല, മലയാളികൾ ഏറെ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ദോഹ എന്ന് ഓർക്കണം. ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ മലയാളികൾ ആ രീതിയിൽ അഫക്റ്റഡ് ആകുന്നില്ല. പക്ഷേ ഖത്തറിന്റെ കാര്യം അങ്ങനെയല്ല. ഖത്തറിൽ അനേക മലയാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ അവരാശങ്കയിലാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് മധ്യപൗരസ്യ പ്രദേശത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരി ശ്രീ മോഹൻ വർഗീസ്, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മലയാളികളുടെ പ്രതികരണങ്ങൾ അവിടെ നിന്ന് വന്നിരുന്നു. ടെലിഫോണിൽ സംസാരിച്ചവർ പറയുന്നത് ഇപ്പോൾ ആശങ്കയുടെ നിമിഷങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ സ്ഫോടക ശബ്ദങ്ങൾ കേട്ടിരുന്നതായി ചിലർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു പേടിക്കേണ്ട ഒരവസ്ഥ ഇല്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ജനവാസ മേഖലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഹമാസിന്റെ നേതാക്കൾ ഉള്ള സ്ഥലമാണ് എന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗികമായ വിശദീകരണം.